ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര ഭാഗം 44. ആഹാ, നീ നിന്റെ ജ്യേഷ്ഠൻ അലോഷിയെ പോലെയല്ലല്ലോ. ഒരു കുസൃതി കുടുക്കയാണെന്ന് തോന്നുന്നു. കുറുമ്പിക്കുട്ടികളാണ് കൂടുതൽ ക്യൂട്ട്. ഡാനി എവിടെ? എനിക്ക് അവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അവൻ്റെ മറുപടി കേട്ടിട്ട് വേണം മീരയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെത്താൻ. ചുറ്റും നോക്കിക്കൊണ്ട് സിസ്റ്റർ അത് പറയുമ്പോൾ അമേലിയ അവരെ തന്നെ നോക്കി നിന്നു. എന്ത് തീരുമാനിച്ചാലും വേണ്ടില്ല, എൻ്റെ അമ്മയെ കാണിച്ചു തരില്ലെന്ന് മാത്രം പറയരുത്. അമ്മയെ കാണാതെ ഞാൻ മടങ്ങിപ്പോകില്ല. ഞാനും നിങ്ങളുടെ കൂടെ അങ്ങ് കൂടും. ആഹാ, അത് നല്ല കാര്യമാണ്. മഠത്തിലാണെങ്കിൽ കന്യാസ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. ഒരു മദാമക്കുട്ടി കൂടെയുള്ളത് എന്തുകൊണ്ടും നല്ലത്. അമേലിയയുടെ വാക്കുകൾക്ക് സിസ്റ്റർ കുസൃതി ചിരിയോടെ മറുപടി പറഞ്ഞു. അതെ, ഒരു കാര്യം ചോദിച്ചാൽ എന്നെ വഴക്ക് പറയുമോ? സിസ്റ്ററിനെ അല്പം മാറ്റി നിർത്തി അമേലിയ ചോദിച്ചു. ചോദിക്കാൻ പോകുന്നത് തല്ലുകൊള്ളി ചോദ്യമാണെന്ന് മനസ്സിലായി, എന്നാലും ചോദിച്ചോ? സിസ്റ്റർ കുസൃതി ചിരിയോടെ തന്നെ മറുപടി പറഞ്ഞു. സിസ്റ്റർ, മീരെ എനിക്ക് തരാമോ? അലോഷിയുടെ അത്രയും അവകാശമൊന്നും എനിക്കില്ല. എന്നാലും അവൻ വലുതായില്ലേ. അവനിപ്പോൾ ഭാര്യയുണ്ട്. ഇനി ഒട്ടും വൈകാതെ ഒരു കുഞ്ഞുവാവയും കൂടി അവർക്കിടയിലേക്ക് വരും. എനിക്കാണെങ്കിൽ ഡാനി മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ അമ്മയായിട്ട് തരാൻ വിഷമമാണെങ്കിൽ എൻ്റെ ഡാനിയുടെ ഭാര്യയായിട്ട് തന്നാലും മതി. എനിക്ക് അതിനും സമ്മതമാ. സിസ്റ്റർ അനുവാദം കൊടുത്തപ്പോൾ അമേലിയ ശ്രദ്ധയോടെ പറഞ്ഞു. നീ ആള് കൊള്ളാമല്ലോ. ഒരു വെടിക്ക് 2 പക്ഷി അല്ലേ? അപ്പോൾ നമ്മുടെ അലോഷി അവനൊരു അപ്പനാകാൻ പോവുകയാണോ? മീര ഒരു മുത്തശ്ശിയും. അറിയിച്ചത് നല്ല വാർത്തയായതുകൊണ്ട് നിനക്ക് ഞാൻ തല്ല് തരുന്നില്ല. നീ ആദ്യം നിന്റെ ഡാഡിയെ വിളിക്ക്. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. എന്നിട്ട് തീരുമാനിക്കാം എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കണോ വേണ്ടയോ എന്ന്. സിസ്റ്റർ അത് പറഞ്ഞു തീരും മുൻപേ അമേലിയ ആവേശത്തോടെ വിളിച്ചു കൂവി. ഡാനി, വേഗം വാ, സിസ്റ്റർ അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന്. ആ വിളിക്കായി കാതോർത്ത് നിന്നതുപോലെ ഡാനി വാഹനത്തിൽ നിന്നിറങ്ങി അവിടേക്ക് വന്നു. പക്ഷേ അവൻ്റെ കൂടെ അപ്പോൾ അലോഷിയുമുണ്ടായിരുന്നു. അലോഷിയെ കണ്ടതും സിസ്റ്ററുടെ മുഖത്ത് ചിരി മാഞ്ഞു. അവിടെ വല്ലാത്ത ഗൗരവം പടർന്നു. ഇവനെന്താ ഇവിടെ കാര്യം? എനിക്ക് കാണേണ്ടത് ഡാനിയെ മാത്രമാണ്. അലോഷിയെ നോക്കി അവർ കടുപ്പത്തിൽ പറഞ്ഞു. ആ അന്തരീക്ഷം പെട്ടെന്ന് തണുത്തുറഞ്ഞു. അലോഷി പതറിയ സ്വരത്തിൽ എന്തോ പറയാനായി ശ്രമിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. മിലിയുടെ ഡാഡി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആ വാക്കുകൾ പൂർത്തിയാക്കാൻ സിസ്റ്റർ അവനെ അനുവദിച്ചില്ല. അവരുടെ കൈ അലോഷിയുടെ മുഖത്ത് ശക്തിയായി പതിഞ്ഞു. ആ ആഘാതത്തിൽ അവനൊന്നുലഞ്ഞു. സിസ്റ്ററുടെ കണ്ണുകളിൽ അപ്പോൾ ഉച്ചസൂര്യൻ്റെ കനത്ത ചൂടുണ്ടായിരുന്നു. ആ നോട്ടത്തിൻ്റെ തീഷ്ണത താങ്ങാനാകാതെ അലോഷി കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു. ശബ്ദിച്ചു പോകരുത്, നിനക്കതിന് അവകാശമില്ല. സിസ്റ്ററുടെ സ്വരം അവിടെ ആകെ മുഴങ്ങി. അവരുടെ വാക്കുകൾ ചാട്ടുളി പോലെ അലോഷിയുടെ നെഞ്ചിൽ തറച്ചു. അലോഷി, ആ പാപത്തിൻ്റെ ഉദരത്തിൽ നീ ഉരുവായ ആ നിമിഷം അവൾക്ക് വേണമെങ്കിൽ നിന്നെ പറിച്ചെറിഞ്ഞ് കളയാമായിരുന്നു. ഒരു നേഴ്സായ അവൾക്കതിന് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അതുമല്ലെങ്കിൽ നിന്റെ അപ്പൻ വേറെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞ നിമിഷം നിന്നെ എവിടെയെങ്കിലും ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം നോക്കി അവൾക്ക് പോകാമായിരുന്നു. അതൊന്നും ചെയ്യാതെ നിന്നെ പ്രാണന് തുല്യം സ്നേഹിച്ച് നിനക്ക് വേണ്ടി മാത്രം ജീവിച്ച ആ പാപത്തിന് നീ കൊടുത്ത പ്രതിഫലം സമ്മതിക്കണം. നിന്നെ അഭിനന്ദിക്കാതിരിക്കാൻ എനിക്കാകുന്നില്ല. വാക്കുകൾ ശരം പോലെ അലോഷിയുടെ ഹൃദയത്തിൽ പതിച്ചു. അവർ തുടർന്നു. ഒരു ജന്മം മുഴുവൻ നിനക്ക് വേണ്ടി ഉരുക്കി തീർന്ന അവളേക്കാൾ വലുതായിരുന്നല്ലോ നിനക്ക് ഇന്നലെ കണ്ട ഒരുത്തൻ്റെ വാക്കുകൾ. നിന്നെ ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുപോയേക്കരുത്. മീരയെ തേടി നീ ഒരിക്കലും വരരുത്, അവളുടെ നിഴലിൽ പോലും. നീ നിന്റെ ഭാര്യയ്ക്കും അവളുടെ അപ്പനുമൊപ്പം സന്തോഷമായി ജീവിക്ക്. വൃത്തികെട്ടവൻ. സ്വന്തം നെഞ്ചിലെ ചോര തന്ന് കുഞ്ഞുങ്ങളെ വളർത്തുന്ന പെലിക്കൻ പക്ഷിയെ പോലെയായിരുന്നു നിന്റെ അമ്മ. ആ അമ്മയെ സംശയിക്കാൻ മാത്രം അധപ്പതിച്ചു പോയ നിനക്ക് ആ ഉദരത്തിൽ ജനിച്ചു എന്ന് പറയാൻ പോലും ഇനി യോഗ്യതയില്ല. ക്രൂരമായ ആ വാക്കുകളാൽ സിസ്റ്റർ അലോഷിക്ക് ഒരു ശരശയ്യ തന്നെ തീർക്കുകയായിരുന്നു. തളർന്നുപോയ അലോഷിക്ക് നേരെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൾ ഡാനിയെ വിളിച്ചു. ഡാനി, നീ വാ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എന്നിട്ട് തീരുമാനിക്കാം ഇനി എന്തു വേണമെന്ന്. അത് പറഞ്ഞുകൊണ്ട് പകച്ചു നിൽക്കുന്ന അലോഷിയെ വകഞ്ഞു മാറ്റി ഡാനിയുടെ കൈപിടിച്ച് സിസ്റ്റർ പള്ളിമേടയിലേക്ക് നടന്നു. അവരുടെ കാലുകൾക്ക് അപ്പോൾ അസാധാരണമായ വേഗതയുണ്ടായിരുന്നു.
ഉള്ളിലെ ആത്മസംഘർഷം ആ നടത്തത്തിൽ പ്രകടമായിരുന്നു. അപമാനഭാരത്താൽ തല കുനിച്ചു നിൽക്കുന്ന അലോഷയെ നോക്കി അമേലിയ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാനെന്നോണം അവൾ ചോദിച്ചു, എങ്ങനെയുണ്ട്? കിട്ടി ബോധിച്ചില്ലേ? കണക്കായിപ്പോയി. അമേലിയയുടെ ആ പരിഹാസം കേട്ട് അമൽ അവളെ തടഞ്ഞു. ഡി, നീ ഒന്നും മിണ്ടാതിരിക്ക്. നീ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? അവന് അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയി. അതിനുള്ള ശിക്ഷ അർഹതപ്പെട്ടവർ അവന് കൊടുക്കുന്നുമുണ്ട്. നീ ഇനി അത് കൂടുതൽ പറഞ്ഞ് കുളമാക്കേണ്ട. അമൽ ശാസനയോടെ അവളെ വിലക്കി. അത് കേട്ട അലോഷി തളർന്ന സ്വരത്തിൽ പുഞ്ചിരിയോടെ സാവധാനം പറഞ്ഞു, അവൾ പറയട്ടെ അമൽ. അങ്ങനെയെങ്കിലും എൻ്റെ ഉള്ളിലെ ഈ ഭാരമൊന്ന് കുറയട്ടെ. അത് പറഞ്ഞുകൊണ്ട് അവൻ പള്ളി ലക്ഷ്യമാക്കി നടന്നു. ഡാ പിണങ്ങല്ലേടാ, ഞാനും വരുന്നു. പെട്ടെന്ന് കുറുമ്പ് വെടിഞ്ഞ് അലോഷയുടെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് അമേലിയ പറഞ്ഞു. അവർ പള്ളിയിലേക്ക് നടക്കുന്നത് നോക്കി അമൽ മെറിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. മറുഭാഗത്ത് പള്ളിമേടയിൽ തനിക്ക് മുന്നിലിരുന്ന ഡാനിയെ സിസ്റ്റർ തെരേസ കുറച്ചു നേരം നിശബ്ദയായി നോക്കി നിന്നു. യൗവനം വിട്ടുമാറാത്ത ആ മുഖത്തും കണ്ണുകളിലും ഒരു പ്രത്യേക പ്രകാശം മിന്നിമറയുന്നു. ആ തെളിച്ചം സിസ്റ്ററുടെ മുഖത്തും ഒരു നേർത്ത പുഞ്ചിരി വിടർത്തി. ഡാനി, സിസ്റ്റർ സാവധാനം വിളിച്ചു. പവിത്രമായ ഈ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. എങ്കിലും ഇത്രയും ദൂരം താണ്ടി നീ മീരയെ തേടി എത്തിയ സ്ഥിതിക്ക് ഇത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ. സിസ്റ്റർ അല്പം മുന്നോട്ടാഞ്ഞിരുന്നു. പിന്നീട് തുടർന്നു. നിന്റെ ഈ വരവ് നിന്റെ മകൾക്ക് വേണ്ടി മാത്രമാണോ? അതോ നിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? പ്രതീക്ഷിക്കാത്ത ആ ചോദ്യം കേട്ട് ഡാനി ഒന്ന് ഞെട്ടി. തൻ്റെ ഉള്ളിലെ രഹസ്യം സിസ്റ്റർ വായിച്ചെടുത്തതുപോലെ അവന് തോന്നി. ഏറെ നേരം അവരെ നോക്കി മൗനമായി ഇരുന്നിട്ട് ഒടുവിൽ ഡാനി പതുക്കെ പറഞ്ഞു തുടങ്ങി. സിസ്റ്റർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. എങ്കിലും ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല. പണ്ട് ഞങ്ങൾ പിരിയുമ്പോൾ ഞാൻ മീരയ്ക്കൊരു വാക്കു കൊടുത്തിരുന്നു. ഒരിക്കലും എനിക്ക് വേണ്ടി അവളെ തേടി ഞാൻ വരില്ലെന്ന്. അന്നു മുതൽ ഇന്നുവരെ എൻ്റെ മനസ്സ് തിരഞ്ഞത് അവളെ മാത്രമായിരുന്നു. പക്ഷേ അവൾക്ക് നൽകിയ ആ വാക്ക് ലംഘിക്കാൻ എനിക്കാകുമായിരുന്നില്ല. അവൻ ഒരു നിമിഷം നിർത്തി. കണ്ണുകളിൽ 1000 ഓർമ്മകൾ മിന്നിമറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മകൾ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അവളുടെ ആഗ്രഹത്തേക്കാൾ ഉപരി എൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞത് മറ്റൊന്നായിരുന്നു. മകളുടെ തണലിലെങ്കിലും എൻ്റെ മീരയെ എനിക്കൊന്ന് കാണാമല്ലോ എന്നൊരു തോന്നൽ. അതായിരുന്നു എന്നെ ഇവിടം വരെ എത്തിച്ചത്. വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഡാനി പറഞ്ഞു നിർത്തി. അപ്പോൾ നിനക്ക് കിച്ചുവിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നോ? സിസ്റ്ററുടെ ചോദ്യം ഡാനിയുടെ കണ്ണുകളിലേക്കായിരുന്നു. ആ നോട്ടത്തിൽ ഒരു തിരിച്ചറിയലിൻ്റെ തിളക്കമുണ്ടായിരുന്നു. ഡാനി ഒരു നിമിഷം ആലോചിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, തീർച്ചയായും സിസ്റ്റർ. കിച്ചു എന്നെങ്കിലും ഒരിക്കൽ മടങ്ങി വരുമെന്നും അവർ സന്തോഷത്തോടെ ജീവിതം തുടങ്ങുമെന്നും മീരയെപ്പോലെ ഞാനും സ്വപ്നം കണ്ടിരുന്നു. എങ്കിലും എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു. മീരയെ എനിക്ക് വേണമെന്നൊരു തോന്നൽ. ചിലപ്പോൾ അതെൻ്റെ സ്വാർത്ഥതയായിരിക്കാം. അത് പറഞ്ഞുകൊണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തു. പിന്നെ സാവധാനം തുടർന്നു. ഇവിടെ വരുമ്പോൾ കിച്ചുവും മീരയും ഒരുമിച്ചല്ലെങ്കിൽ കിച്ചുവിൻ്റെ ആ സ്വാർത്ഥത മീരയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്ന് ഞാൻ കരുതി. അവൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കാനാകുമെങ്കിൽ, അവൾക്ക് സമ്മതമാണെങ്കിൽ ആ കഴുത്തിലൊരു മിന്നി കെട്ടി എൻ്റെ ഭാര്യയാക്കി അവളെ ഒപ്പം കൂട്ടണമെന്നൊരു സ്വപ്നം ഇവിടെ എത്തും വരെ എനിക്കുണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഡാനിയുടെ സ്വരമിടറി. പക്ഷേ കിച്ചുവിനെ പറ്റി അറിഞ്ഞപ്പോൾ, അവൻ്റെ ആ അന്ത്യവിശ്രമ സ്ഥലം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അവരെ പോലെ പരസ്പരം സ്നേഹിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ. അവരുടെ ആ വലിയ സ്നേഹത്തിന് മുൻപിൽ ഞാൻ തോറ്റുപോയി സിസ്റ്റർ. കിച്ചുവിൻ്റെ ജീവിത രഹസ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ മീരയ്ക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാനാവില്ല. എനിക്ക് അവളെ സ്വന്തമാക്കാനും കഴിയില്ല. ഒന്നിനും ഭാഗ്യമില്ലാത്തൊരു ജന്മമായി പോയി എൻ്റേത്. പറഞ്ഞു തീർന്നതും ഡാനി സിസ്റ്ററുടെ കൈകളിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വർഷങ്ങളായി അവൻ്റെ ഉള്ളിൽ ഒതുക്കിയ സങ്കടങ്ങളെല്ലാം ആ കണ്ണുനീരിലൂടെ പുറത്തേക്കൊഴുകി. മോനെ ഡാനി, സിസ്റ്ററുടെ സ്വരത്തിൽ വല്ലാത്തൊരു വാത്സല്യം നിറഞ്ഞു. നിന്നോട് പലതും എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ ഇപ്പോൾ അതൊന്നും ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഡാനി, നിന്റെ സ്നേഹം സത്യമാണ്. പക്ഷേ അതെ സിസ്റ്റർ, അവിടെയും ഒരു പക്ഷെ ബാക്കിയാണ്. അത് പറഞ്ഞ് ഡാനി വേദനയോടെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. മീര,
അവളാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം. നെഞ്ചിലൊരു നോവായും ഹൃദയത്തിലൊരു പ്രതീക്ഷയായും അവൾ എന്നും എന്നോടൊപ്പമുണ്ട്. മരണം വരെ അവൾ അങ്ങനെ തന്നെ എൻ്റെ ഉള്ളിലുണ്ടാകും. സിസ്റ്റർ, അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരാമോ? അവൻ്റെ ആ ചോദ്യം കേട്ട് സിസ്റ്റർ തെരേസ ഗൗരവത്തോടെ അവനെ നോക്കി. ആ കണ്ണുകളിൽ ഡാനിയോടുള്ള സഹതാപവും സ്നേഹവും ഒരുപോലെ ഉണ്ടായിരുന്നു. ഞാൻ എന്തു ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനാകും? ഡാനിയുടെ ഹൃദയവേദന സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ വൃദ്ധയായ കന്യാസ്ത്രീ ആർദ്രതയോട് ചോദിച്ചു. ഡാനി അവരുടെ കൈകളെ മുറുകെ പിടിച്ചു. അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. എന്നെ വിവാഹം കഴിക്കാൻ അവളോടൊന്ന് പറയാമോ? സിസ്റ്റർ പറഞ്ഞാൽ അവൾ അനുസരിക്കും. അവളില്ലാതെ എനിക്ക് ജീവിക്കാനാകില്ല. ഞാൻ മരിച്ചു പോകും. പ്രണയത്താൽ മുറിവേറ്റ ആ മനസ്സിൻ്റെ വിലാപം സിസ്റ്റർ തെരേസയുടെ ഉള്ളിലും നൊമ്പരമായി പടർന്നു. മീരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു ജന്മം മുഴുവൻ കാത്തിരിക്കാൻ തയ്യാറുള്ള ആ ഹൃദയം അവർക്ക് മുന്നിൽ തുറന്നു കിടക്കുകയായിരുന്നു. പക്ഷേ ഡാനി ഭയപ്പെടുന്നത് സത്യമാണ്. കിച്ചുവിനെ പറ്റിയും അവൻ്റെ ത്യാഗത്തെപ്പറ്റിയും അറിഞ്ഞാൽ മീര ഡാനിയിലേക്കോ ജീവിതത്തിലേക്കോ മടങ്ങി വരില്ല. ഒരുപക്ഷെ അവൾ മരണത്തെപ്പോലും പുൽകാൻ തയ്യാറായെന്ന് വരും. എല്ലാം ഓർത്ത് സിസ്റ്റർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ സാവധാനം പറയാൻ തുടങ്ങി. ഡാനി, നീ മീരയെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം. എൻ്റെ മീരയെ നിനക്ക് സ്വീകരിക്കാനാകുമോ എന്ന് ചോദിക്കാനാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അമൽ പറഞ്ഞതാണ് ശരിയെന്ന്. എന്ത്? ഡാനി സംശയത്തോടെ അവരെ നോക്കി. കിരണിന് മീരയോടുള്ള സ്നേഹത്തേക്കാൾ മൂല്യം നിന്റെ സ്നേഹത്തിനാണെന്ന്. ഒരിക്കലും കിട്ടില്ല എന്നറിഞ്ഞിട്ടും ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും തീവ്രമായി സ്നേഹിക്കാൻ കഴിയുന്നത്? ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ മനുഷ്യകുലത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച കർത്താവിൻ്റെ സ്നേഹമാണ് നിൻ്റേത്. നീ വലിയവനാണ് ഡാനി. സിസ്റ്ററുടെ ആ വലിയ വാക്കുകൾക്ക് മുൻപിൽ ഡാനി വേദനയോടെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. ഡാനി, ഒരുപാട് ജീവിതങ്ങൾ കണ്ടവളാണ് ഞാൻ. പക്ഷേ മീര, അവൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. അവളെ ഇനി ഒരു ദുരന്തത്തിനും വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സന്യാസിക്ക് ചേരാത്ത പ്രവൃത്തികളാണ്. അതിന് നമ്മൾ ഒരുപാട് ദൂരം പോകേണ്ടി വരും. കുറച്ച് വൃത്തികെട്ട കളികൾ തന്നെ കളിക്കേണ്ടി വരും. നിനക്ക് സമ്മതമാണോ? സിസ്റ്ററുടെ ആ അപ്രതീക്ഷിത ചോദ്യത്തിന് മുൻപിൽ ഡാനി മൗനമായി തലയാട്ടി. ആദ്യം നമുക്ക് മീരയെ കാണാം. നിന്റെ മനസ്സിലുള്ളതെല്ലാം നീ അവളോട് തുറന്നു പറയണം. നിന്റെ ജീവിതത്തിലേക്ക് അവളെ ക്ഷണിക്കണം. അവളിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന മറുപടി ഒരുപക്ഷെ നിനക്ക് ഒട്ടും പ്രതീക്ഷ നൽകുന്നതാവില്ല. എങ്കിലും നമ്മൾ പരിശ്രമിക്കും. എൻ്റെ കണ്ണടയുന്നതിന് മുൻപ് എനിക്ക് മീരയുടെ വിവാഹം ഒന്ന് കാണണം. ഡാനിയെ ചേർത്ത് പിടിച്ച് സിസ്റ്റർ അത് പറയുമ്പോൾ ദൂരെ ആകാശത്ത് കിരണിൻ്റെ ആത്മാവ് സന്തോഷിക്കുകയായിരുന്നു. എല്ലാം കേട്ട് ഡാനിയുടെ മുഖത്ത് വല്ലാത്തൊരാശ്വാസം പടർന്നു. ഒരു കാര്യം കൂടി, നമ്മൾ അറിഞ്ഞ കിരണിൻ്റെ ആ ജീവിത രഹസ്യം ഒരിക്കലും മീര അറിയാൻ പാടില്ല. കിരൺ തന്നെ എഴുതി തയ്യാറാക്കിയ ആ ജീവിതം മാത്രമായിരിക്കണം മീരയുടെ മുന്നിലുള്ള കിച്ചു. തന്നെ ചതിച്ച് പുതിയ ജീവിതം തേടിപ്പോയ കിച്ചുവായി മാത്രം അവൾ അവനെ കാണണം. സിസ്റ്ററിൻ്റെ വാക്കുകളിൽ വല്ലാത്തൊരു കാർക്കശ്യമുണ്ടായിരുന്നു. ഡാനി അത്ഭുതത്തോടെ അവരെ നോക്കി. അത് വേണോ സിസ്റ്റർ? അതൊരു ചതിയാകില്ലേ? കിരണിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മീര മനസ്സിലാക്കുന്നതല്ലേ അതിൻ്റെ ശരി? താൻ പ്രാണന് തുല്യം സ്നേഹിച്ച പെണ്ണിനു വേണ്ടി സ്വയം വരുമാറി കൊടുത്ത ആ പാവത്തിൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ദൈവം പോലും നമ്മളോട് പൊറുക്കില്ല. സിസ്റ്ററിൻ്റെ തീരുമാനത്തോട് യോജിക്കാനാകാതെ ഡാനി പറഞ്ഞു. അത് കേട്ട് സിസ്റ്ററിൻ്റെ മുഖത്ത് വല്ലാത്തൊരു മ്ലാനത പടർന്നു. അവിടെയാണ് മോനെ നിനക്ക് കിച്ചുവിനെ മനസ്സിലാക്കാൻ കഴിയാത്തത്. മീരയുടെ സന്തോഷമല്ലേ അവൻ എപ്പോഴും ആഗ്രഹിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യത്തിൽ അവന് യാതൊരു പരാതിയും ഉണ്ടാകില്ല. മീരയ്ക്ക് നല്ലൊരു ജീവിതമുണ്ടാകാൻ നമ്മൾ ചെയ്യുന്നതൊക്കെ അവൻ സന്തോഷത്തോടെ നോക്കിക്കാണും. ചിലപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അവൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും. ഒരു കഥാകാരൻ്റെ ചാരുതയോടെ സിസ്റ്റർ ആ വാക്കുകൾ പറഞ്ഞു തീർത്തപ്പോൾ ഒരിളം കാറ്റ് അവരെ തഴുകിത്തലോടി കടന്നുപോയി. ഒരാത്മാവിൻ്റെ സാന്നിധ്യം പോലെ ആ തണുപ്പ് ഡാനി അനുഭവിച്ചു. പെട്ടെന്ന് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അലോഷി അവിടേക്ക് കടന്നു വന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
സിസ്റ്റർ, എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ഞാനൊന്നും അറിഞ്ഞില്ല. ആരും എന്നോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. എന്നിട്ടും എന്നെ ഇങ്ങനെ ശിക്ഷിക്കണോ? അലോഷി കണ്ണീരോടെ ചോദിച്ചു. സിസ്റ്റർ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. അവരുടെ നോട്ടം അലോഷിയുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി. മോനെ, നിന്റെ അമ്മ എന്തിനു വേണ്ടിയാണ് ഡാനിയുടെ കുഞ്ഞിൻ്റെ അമ്മയായതെന്ന് നിനക്കറിയാമോ? നിനക്ക് വേണ്ടിയാണ് ആ പാവം അതൊക്കെ ചെയ്തത്. ആ വാക്കുകൾ കേട്ട് അലോഷി അവരെ ഞെട്ടലോട് നോക്കി. സിസ്റ്റർ തുറന്നു പറയാൻ തുടങ്ങി. നീ അസുഖം ബാധിച്ച് മരണത്തോട് മല്ലിട്ട് ആശുപത്രിയിൽ കിടന്ന ആ ദിവസങ്ങൾ നീ മറന്നാലും എനിക്ക് മറക്കാനാകില്ല. നിന്നെ രക്ഷിക്കാൻ അന്ന് ആ പാവം കണ്ടെത്തിയ ഒരേ ഒരു വഴിയായിരുന്നു അത്. പക്ഷേ നിന്നേക്കാളേറെ മീരയെ മനസ്സിലാക്കിയവനായിരുന്നു ഡാനി. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് നിന്റെ അമ്മ. അതുകൊണ്ട് തന്നെ കൊടുത്ത വാക്ക് അവൾ പാലിച്ചു. നിനക്ക് പകർന്നു തന്ന അതേ സ്നേഹത്തോടെ അവൾ ഡാനിയുടെ കുഞ്ഞിനും ജന്മം നൽകി. സിസ്റ്റർ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഡാനി വല്ലാത്ത ഞെട്ടലോടെ അവരെ നോക്കി. മീര അവൾ തൻ്റെ ജീവിതത്തിലെ ആ വലിയ രഹസ്യം സിസ്റ്ററോട് പങ്കുവച്ചിരിക്കുന്നു. ആ തിരിച്ചറിവ് അവനെ വല്ലാതെ തളർത്തി. അലോഷി ഒരു തൂണിലേക്ക് ചാരി താഴേക്കിരുന്നു പോയി. തൻ്റെ അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴം അവൻ്റെ മനസ്സിനെ വല്ലാതെ പൊള്ളിച്ചു. സിസ്റ്ററുടെ ഉള്ളിലെ ആത്മരോക്ഷം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അലോഷി, കഴിഞ്ഞിട്ടില്ല നിന്റെ അമ്മയുടെ മഹത്വം. തൻ്റെ ഉദയത്തിൽ വഹിച്ച കുഞ്ഞിനോട് അവൾക്ക് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്നറിയണമെങ്കിൽ നീ ഈ ഡാനിയോട് തന്നെ ചോദിച്ചു നോക്ക്. അതിന് കൂലിയായി അവൾ എത്ര രൂപ കൈപ്പറ്റിയെന്ന്. സിസ്റ്ററുടെ ചോദ്യം കേട്ട് അലോഷി തളർന്നു നിൽക്കുമ്പോൾ ഡാനി അത് പൂർത്തിയാക്കി. ഇല്ല മോനെ, അവൾക്ക് നൽകാനായി ഞാൻ മാർക്കിനെ ഏൽപ്പിച്ച പണത്തിൽ നിന്നും 1 രൂപ പോലും അവൾ കൈപ്പറ്റിയിട്ടില്ല. അത് വാങ്ങാൻ അവൾ തയ്യാറായതുമില്ല. ഇടറുന്ന വാക്കുകളോടെ ഡാനി പറഞ്ഞു നിർത്തി. അത് കേട്ട് സിസ്റ്റർ തുടർന്നു. അവരുടെ സ്വരത്തിൽ പരിഹാസവും ദേഷ്യവും കലർന്നിരുന്നു. ഇപ്പോഴും നിന്റെ ഉള്ളിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടാകുമെന്ന് എനിക്കറിയാം. നിന്റെ മിലിയുടെ ഡാഡി, അയാൾ പറഞ്ഞ ആ വലിയ തുക എവിടെ നിന്ന് വന്നു എന്ന്. അതിനുത്തരം ഞാൻ തരാം. അവളുടെ ആത്മാർത്ഥമായ ജോലിക്കും സ്നേഹത്തിനും മാർക്കും ഗിറ്റലിൻ്റെ മക്കളും ചേർന്ന് നൽകിയ സമ്മാനമായിരുന്നു ആ തുക. അല്ലാതെ അവൾ പണത്തിനു വേണ്ടി ഒന്നും വിറ്റിട്ടില്ല, ആരെയും ചതിച്ചിട്ടുമില്ല. പൊട്ടിത്തെറിച്ചുകൊണ്ട് സിസ്റ്റർ അത് പറയുമ്പോൾ സത്യങ്ങളുടെ അത്തൊഴുക്കിൽ അലോഷി ആകെ തകർന്നുപോയി. കണ്ണുനീർ തടയാനാകാതെ അവൻ വിതുമ്പി. എല്ലാം എൻ്റെ തെറ്റാണ് സിസ്റ്റർ. ഞാനൊന്നും അറിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കണം. അവൻ്റെ വാക്കുകൾ കണ്ണീരിൽ കുതിർന്നിരുന്നു. എൻ്റെ മോനെ, നിനക്ക് എങ്ങനെ സാധിച്ചു നിൻ്റെ അമ്മയെ ഇത്ര ക്രൂരമായി തള്ളിക്കളയാൻ? അത് ചോദിക്കുമ്പോൾ സിസ്റ്ററിൻ്റെ വാക്കുകൾ ഇടറി. അവർ വല്ലാത്ത കിതപ്പോടെ സീറ്റിലേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. ദ സിഗ്നേച്ചർ ഓഫ് ലവ് മീര തുടരും. അടുത്ത ഭാഗവുമായി ഉടൻ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.